ദേശനിവാസികളെ, ഞങ്ങളുടെ മൈക്കിന് ഒരു തടസ്സം വന്നതുകൊണ്ടാണ് പ്രസംഗം മുറിഞ്ഞു പോയത്. എന്നാൽ നോക്കുവരി, നമ്മൾ ആരംഭം മുതൽ തുടങ്ങാം. ഒരു 5-10 മിനിറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നിങ്ങളുടെ ജീവിതത്തിൽ അനേക മണിക്കൂറുകൾ, ലക്ഷക്കണക്കിന് മണിക്കൂറുകൾ നമ്മൾ ചെലവഴിച്ച് കഴിഞ്ഞവരാണ്. പക്ഷെ നമ്മുടെ ഹൃദയത്തിന് ആശ്വാസം നൽകി തരുവാൻ അതാത് മതത്തിന്റെ പദ്ധതികളിലൊന്നുമില്ല. അത് ഹിന്ദുവോ ക്രിസ്ത്യാനിയോ മുസ്ലിം ആയിക്കോട്ടെ, നിങ്ങളുടെ മതത്തിൽ നിന്ന്, മതത്തിന്റെ ഉപദേശത്തിൽ നിന്ന്, മതത്തിന്റെ അല്ലെങ്കിൽ പാരമ്പര്യത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് നിന്ന് നിങ്ങൾക്ക് തൃപ്തിപ്പെടുത്താൻ ഒന്നുമില്ലെന്നുള്ള സത്യം നിങ്ങൾ അറിയണം. കാരണം എന്താണ്? നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുന്നില്ല. കഴിഞ്ഞ വർഷമുണ്ടായിരുന്ന സന്തോഷം പലർക്കും ഈ വർഷമില്ല. എന്നും ദുഃഖങ്ങളും കണ്ണുനീരുമുള്ളൂ. മരിച്ചാൽ എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയത്തില്ല. എന്തൊക്കെ നേടിയിട്ടും അവസാനം നിന്നാപാത്രങ്ങളായിട്ട് എന്താണ് മരണം വഴിയായിട്ട് കല്ലറയിലേക്കോ അല്ലെങ്കിൽ മണ്ണിലേക്കോ ചാരമായിട്ടോ വെള്ളത്തിലേക്കോ വലിഞ്ഞില്ലാതെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം കേട്ട പാട്ട് പോലെ എൻ്റെ ദേശം ഇവിടെയല്ല, അക്കരെയാണ് എൻ്റെ യഥാർത്ഥമായിരിക്കും ദേശം. അപ്പോൾ ഈ അക്കരെ ദേശം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രിയപ്പെട്ട പമ്പയാറിന് അക്കരെ അല്ല, അങ്ങനെയല്ല എൻ്റെ അർത്ഥം. ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതത്തിന് ശേഷം യഥാർത്ഥമായിരിക്കുന്ന ഒരു ജീവിതം ആരംഭിക്കാൻ പോവുകയാണ്. അതായത് ഒരു മനുഷ്യന്റെ യഥാർത്ഥമായിരിക്കുന്ന ജീവിതം ആരംഭിക്കുന്നതും സ്ഥിരമായിരിക്കുന്നതും, കാരണം ആർക്കും മാറ്റിക്കളയാൻ കഴിയാത്തതും, ആർക്കും നമ്മൾ എന്താണ് ആ മരിച്ചതിന് ശേഷം നമ്മൾ എവിടെ പ്രവേശിക്കുന്നുവോ അവിടെ നിന്ന് ആ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരുവാൻ ഒരു കാലത്തും കഴിയത്തല്ല. 2 അവസ്ഥകൾ മരിച്ചതിന് ശേഷം മനുഷ്യന്റെ മുമ്പിൽ വെച്ചിരിക്കുകയാണ്. ഒന്ന് നിത്യമായിരിക്കുന്ന തീപ്പൊയ്ക്കായിരിക്കുന്ന നരകം, 2 സ്വർഗത്തിൽ ദൈവത്തോടുകൂടി എന്നേക്കുമുള്ള വാസം. രണ്ടിനും അവസാനമില്ല. ഒന്നുകിൽ നരകാഗ്നിയിൽ നമ്മൾ എന്നേക്കുമായിട്ട് വെന്ത് കിടക്കണം, അല്ലെങ്കിൽ എന്താണ് ദൈവത്തോടുകൂടെ എന്നും സന്തോഷത്തിൽ നിന്ന് സന്തോഷത്തിലേക്ക് പ്രവേശിക്കുന്ന നിത്യമായിരിക്കുന്ന സ്വർഗീയ വാസം. ഇതിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ തെരഞ്ഞെടുത്തേ പറ്റൂ. എന്നാൽ നിർഭാഗ്യരെന്ന് പറയട്ടെ, നമ്മൾ ജനിച്ചത് നരകത്തിന് യോഗ്യനായിട്ട് തീർണം. ജനിച്ച ഒരു മനുഷ്യൻ ഒരു ക്രിസ്തീയ മതത്തിലാണ് നീ ജനിക്കുന്നെങ്കിൽ ആ ക്രിസ്തീയ മതത്തിന്റെ ആചാരവും അനുഷ്ഠാനങ്ങളും ചെയ്തുകൊണ്ട് ആ മതത്തിൻ്റെതായിരിക്കുന്ന പാരമ്പര്യങ്ങളെ ആശ്രയിച്ചുകൊണ്ട് നീ ശാന്തമായിട്ട് ജീവിച്ചാൽ മതി. അതേ പ്രിയപ്പെട്ട, നീ കള്ളു കുടിച്ചാലും, നീ തോന്നിവാസം കാണിച്ചാലും, നീ കൊലപാതകം ചെയ്താലും, ഇതൊന്നും ചെയ്തില്ലെങ്കിലും പാവങ്ങളെ സഹായിച്ച് നീ ഒരു നല്ല മനുഷ്യനായിട്ട് ജീവിച്ചാലും നീ നരകാഗ്നിയിലേക്കാണ് പോകുന്നത്. കാരണം എന്താണ്? നീ ജനിച്ചത് നരകത്തിന് യോഗ്യമായിരിക്കുന്ന മതഭക്തിയുടെ അനുഭവത്തിലാണ്. എന്നാൽ നിങ്ങളാകട്ടെ, ഏത് മനുഷ്യനാകട്ടെ, മരിച്ചതിന് ശേഷം ഒരു സ്വർഗീയ വാസത്തിലേക്ക് പോകണമെങ്കിൽ, നിത്യമായിരിക്കുന്ന സന്തോഷത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഈ ഭൂമിയിൽ വെച്ച് സത്യദൈവം ആരും നമ്മൾ അന്വേഷിക്കേണ്ടത് ആവശ്യമുണ്ട്. അതിനുള്ള തെളിവുകളെല്ലാം ഈ പ്രപഞ്ചത്തിൽ വെച്ചിട്ടുണ്ട്. അതേ ആകാശം ദൈവത്തിന്റെ കൈവേലകളെ പ്രസിദ്ധമാക്കുന്നു എന്ന് പറയുമ്പോൾ, ഈ ആകാശത്തെയും ഭൂമിയെയും കാണുമ്പോൾ, ഈ ഭൂമിയിലെ സൂര്യചന്ദ്ര നക്ഷത്രാദികളെ നമ്മൾ അനുഭവിക്കുമ്പോൾ, ഈ ഭൂമിയിലെ വെള്ളവും വായും നമ്മൾ ആസ്വദിക്കുമ്പോൾ, നമ്മുടെ ഈ അത്ഭുതകരമായിരിക്കുന്ന ശരീരത്തെ പറ്റി ചിന്തിക്കുമ്പോൾ, ഇതിനെല്ലാം സൃഷ്ടിച്ച ഒരു ദൈവമുണ്ട് നമുക്ക് ഏത് മനുഷ്യനും മനസ്സിലാകും. അങ്ങനെ ചിന്തിച്ചിട്ടില്ല, എനിക്ക് അറിയാൻ പറ്റും. ചിന്തിക്കണം. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു ദൈവമുണ്ടെന്നും ഈ ദൈവത്താൽ അത്ര സകലതും സൃഷ്ടിക്കപ്പെട്ടതെന്നും നമുക്ക് ബോധ്യം വരും. അങ്ങനെ ബോധ്യം വന്നതിന് ശേഷം ആ സത്യദൈവം ആരെ നമ്മൾ അന്വേഷിക്കണം. കർത്താവ് പറഞ്ഞു, അന്വേഷിപ്പിന് എന്നാൽ നിങ്ങൾ കണ്ടെത്തും. ആരുടെ നിർബന്ധത്താലല്ല, എന്നാൽ സുവിശേഷം സത്യദൈവത്തിലേക്ക് നമ്മളെ തിരിക്കുന്നു. തെരുവോരങ്ങളിലും എല്ലാ ദിക്കുകളിൽ നിന്ന് യേശുക്രിസ്തുവിനെ പറ്റി പ്രസംഗിക്കുമ്പോൾ അവൻ സത്യദൈവവും നിത്യജീവനുമാണെന്ന് വെളിപ്പെട്ട് വന്നവനായതുകൊണ്ട് ഇവനാൽ അത്ര ലോകം സൃഷ്ടിക്കപ്പെട്ടതെന്ന് നമുക്ക് ബോധ്യമാകും. പ്രിയപ്പെട്ടവരെ, ദൈവം എന്ന് പറഞ്ഞാൽ ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ചത്. നമ്മൾ സൃഷ്ടിച്ചത് ദൈവമല്ല, അത് നമ്മുടെ സൃഷ്ടിയല്ലയോ? ഇവിടെ ബൈബിൾ പറയുന്നു, അപ്പൻ മക്കൾക്ക് വേണ്ടിയിട്ടല്ലയോ ചതരിച്ചു വെക്കേണ്ടത്, മക്കൾ അപ്പന്മാർക്ക് വേണ്ടിയിട്ടല്ലല്ലോ സൂക്ഷിച്ചു വെക്കരുത്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് വേണ്ടി നമ്മളൊന്നും കൊടുക്കേണ്ട, ദൈവം നമുക്ക് വേണ്ടി എല്ലാം തന്നു കഴിഞ്ഞിരിക്കുന്നു. നോക്കുവിന് ഭക്ഷണം, വായു. നമ്മൾ ഈ വസ്തുവില് ഈ മണ്ണ് കിളച്ച് ഒരു ഫലം, ഒരു സീഡ്സ് അതിനകത്ത് ഇട്ടു. അത് വളർന്ന് അതിനകത്ത് കായ്കളെ ഉണ്ടാകുകയും അത് നമുക്ക് ഭക്ഷണമായിട്ട് തീരുകയും ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ അത് കൊഴിച്ചിട്ടു, വെള്ളം ഒഴിച്ചു, വളം ഇട്ടു. പ്രിയപ്പെട്ട, അത് വളരുമാറാക്കുന്നത് ദൈവമല്ലയോ? അപ്പൊ ഇത്ര അത്ഭുതകരമായിട്ട് ഓരോന്നിനെയും നിയന്ത്രിക്കുകയും സൃഷ്ടിക്കുകയും ചെയ്യുന്നവൻ. നമുക്ക് സമുദ്രത്തിന്റെ അടുക്കലേക്ക് ചെന്ന് അവിടെ നോക്കിയ തിരമാലകൾ ആർത്താർത്ത് കരയിലേക്ക് അടിച്ചു കയറിയാണ്. അപ്പോൾ കർത്താവ് പറയാണ്, ഈ തിരമാലകളെ മതി, ഇത്രത്തോളം മതി, ഇതിനിപ്പുറത്തേക്ക് വരുന്നതെന്ന് പറഞ്ഞ് ആ തിരമാലകൾക്ക് മണൽത്തരികൾ കൊണ്ട് അതിരിട്ടവൻ ആര്? അവനാ ദൈവം. ഈ ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ചവനും സമുദ്രത്തെയും നീരുള്ളിൽ സൃഷ്ടിച്ചവനുമായിരിക്കുന്ന ഈ യേശുക്രിസ്തുവിനെ, പ്രിയപ്പെട്ട, അവൻ 2000 വർഷങ്ങൾക്ക് മുമ്പ് മറിയയുടെ സന്തതിയായിട്ട് ജനിച്ചു എന്ന് മാത്രമേ പലർക്കും അറിയത്തുള്ളൂ. ഒരു പക്ഷേ ക്രിസ്തീയ മതവിശ്വാസികൾക്ക് പോലും അതിനപ്പുറം അറിയുന്നത് ദൈവമാരെന്ന് അവർക്ക് പോലും അറിയില്ല. യേശുക്രിസ്തു എന്താണെന്ന് അതേപോലെ പള്ളിയിലെ പുരോഹിതന്മാർക്ക് പോലും യേശുക്രിസ്തു ദൈവമാണെന്നുള്ള ബോധ്യം വന്നിട്ടുമില്ല. എനിക്കത് ബോധ്യമാണ്. ഞാനൊരു ഹിന്ദു ആയിരുന്നു. ഞാൻ മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിലേക്ക് വന്നത്. സത്യദൈവം അവനാണെന്ന് തിരിച്ചറിഞ്ഞ് പൂർണ്ണമായിട്ടും അവന് വേണ്ടി എന്നെ തന്നെ സമർപ്പിച്ചവനാ. ആകിയാൽ നോക്ക് പ്രിയപ്പെട്ടത്, ഇവൻ മുഖാന്തരമത്രേ ലോകം ഉളവായി വന്നത്. അവനെപ്പറ്റി വചനം പറയുന്നു, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോട് കൂടിയായിരുന്നു, സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അപ്പോൾ ഈ ആകാശത്തെ ഭൂമിയും ഉണ്ടാക്കിയ ഈ ദൈവത്തെ കാണാൻ കഴിയാത്തവൻ നമ്മുടെ കണ്ണുകൾ നിരോധിക്കപ്പെട്ടത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ നോക്കുമ്പോൾ നമ്മൾ ഒരാൾക്ക് മരിച്ചത് കൂട്ടിക്കോ, മരിച്ചതിന് ശേഷം നമ്മുടെ ബന്ധുക്കളെയോ ഭാര്യയോ ഭർത്താവിനെയോ ഒന്നും നമുക്ക് കാണുവാൻ കഴിയത്തില്ല എന്ന വണ്ണം പ്രിയപ്പെട്ട, നമ്മൾ മരിച്ചവന്റെ മക്കളെ, നമുക്ക് സത്യം പറഞ്ഞ ദൈവജീവൻ ഇല്ലാന്ന് ജനിച്ചവനാ. ദൈവത്തിന് മുമ്പിൽ മരിച്ചു പോയവന്റെ മക്കളെ
ശബത്തിൽ നിന്നുണ്ടായവരാണ് നമ്മൾ ഓരോരുത്തരും. എന്താണ് തെളിവെന്നറിയാമോ? ഇന്നേ 6000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം ഒരു പുരുഷനെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ അതേ രൂപം മനുഷ്യന് കേട്ടോ. അവനെ പറ്റി അറിയാൻ വയ്യാത്തത് കൊണ്ടാണ് പല രൂപത്തിലും ഭാവത്തിലും നമ്മൾ ദൈവങ്ങൾ എന്നുള്ള രീതിയിൽ പലതിനെ സൃഷ്ടിച്ച് ആരാധിക്കുന്നത്. ക്രിസ്തീയ മതവിശ്വാസികൾ പോലും സത്യത്തെ തിരിച്ചറിയാൻ കഴിയാൽ മരിച്ചുപോയ മനുഷ്യരുടെ മുമ്പിൽ പോയിട്ട് അവരുടെ കല്ലറയിൽ പോയി തലയിട്ട് കടിക്കുകയാണ്, രക്ഷിക്കണമേ രക്ഷിക്കണമേ. മരിച്ചവർക്ക് എങ്ങനെ രക്ഷിക്കാൻ പറ്റും പ്രിയപ്പെട്ടെ? ജീവനോട് ഇരിക്കുന്നവരില്ലേ നമ്മൾ പ്രാർത്ഥിക്കുന്നത്, ജീവിച്ചിരിക്കുന്നവരില്ലേ പ്രാർത്ഥിക്കേണ്ടത്? ഞാൻ 23 വർഷങ്ങൾക്ക് മുമ്പ് ആത്മഹത്യ ചെയ്യാൻ പോയവനാ. അന്ന് ഈ വചനം എന്നെ രക്ഷിച്ചത്. അന്ന് ഞാൻ മരിച്ചു പോയെങ്കിൽ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഒന്ന് ഇന്ന് പ്രസംഗിക്കാൻ പറ്റുമോ? പ്രസംഗിക്കാൻ പറ്റും. ജീവനുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ നമ്മളെ സഹായിക്കാൻ കഴിയത്തുള്ളൂ. അങ്ങനെ നോക്കുവിന് 6000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ, അവനെ ആണും പെണ്ണുമായിട്ട് സൃഷ്ടിക്കുമ്പോൾ, അവനെ ദൈവത്തിന്റെ മകനും വിശുദ്ധനുമായിട്ട് സൃഷ്ടിക്കുമ്പോൾ അവരിൽ എന്താണ്? ദൈവത്തിന്റെ ജീവൻ ഉണ്ടായിരുന്നു. എന്നാൽ നോക്കി പിന്നെ അവൻ പാപം ചെയ്തപ്പോൾ അവൻ എന്താണ്? ദൈവജീവനിൽ അവൻ നഷ്ടപ്പെട്ടു പോയവനായിട്ട്, ആത്മാവിൽ എന്താണ്? അവൻ വിശുദ്ധൻ എന്നുള്ള പദവിയിൽ മരിച്ച് ദൈവത്തിന് മുമ്പിൽ മൃതനായിട്ട് തീർന്നു. നോക്കി പ്രിയ, നമ്മൾ എത്ര സ്നേഹിക്കുന്ന ഭാര്യയായാലും ഭർത്താവായാലും മരിച്ചു കഴിഞ്ഞ് നമ്മളെന്ത് പറഞ്ഞ ഡെഡ് ബോഡി എപ്പോഴാണ് കൊണ്ടുവരുന്നത്? ഇപ്പോൾ എന്റെ പേര് വിജയ ഗോപാൽ എന്നാണ്. നമ്മളെല്ലാം സ്നേഹിതന്മാരാണെന്ന് വിചാരിച്ചു. എന്ന് നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുന്നവരും കുശലം പറയുന്നവരാണെന്ന് വിചാരിച്ചു. നമ്മളിപ്പോൾ ഭയങ്കര ഗാഢമായിരിക്കുന്ന സ്നേഹബന്ധമായതൊന്നും വിചാരിച്ചു. പക്ഷെ ഇന്ന് ഞാൻ മരിച്ച എന്റെ ബോഡി മോർച്ചറി വെച്ച് കഴിഞ്ഞാൽ നാളെ നിങ്ങൾ ഇറങ്ങിയിട്ട് ചോദിക്കും, അയ്യോ വിജയനെ എപ്പോഴാണ് കൊണ്ടുവരുന്നത്? നിങ്ങൾ ആരും ചോദിക്കത്തില്ല അവന്റെ ബോഡി എപ്പോഴാണ് കൊണ്ടുവരുന്നത്. അവൻ ഇവിടെ ഇല്ല, അവന്റെ ശരീരം മാത്രമേ ഉള്ളൂ. അത് നിർജീവമായിട്ട് തീർന്നിരിക്കുന്നു. അവന് പ്രിയപ്പെട്ട 6000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം പാപം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഉദാഹരണം കൂടെ പറഞ്ഞാൽ, നമ്മുടെ മുമ്പിൽ നമ്മുടെ ഒരു സ്നേഹിതൻ മരിച്ചാൽ പിന്നെ അവൻ ശവമായതുപോലെ 6000 വർഷങ്ങൾക്ക് മുമ്പ് അപ്പം മനുഷ്യന്റെ ജീവനിൽ മനുഷ്യൻ മരിക്കുമ്പോഴാണ് നമ്മൾ ശവം എന്ന് പറയുന്നെങ്കിൽ, ദൈവ ജീവനിൽ നഷ്ടപ്പെട്ടു പോയൊരു മനുഷ്യനെ ദൈവം ശവമെന്നെ അല്ലെങ്കിൽ എന്താണ്? ജഡമെന്നെ, ജീവനില്ലാത്തവനെന്നെ. 6000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഏകപുരുഷൻ പാപം ചെയ്തപ്പോൾ ദൈവസന്നിധിയിൽ ജീവനില്ലാത്തവനായിട്ട് ജഡമായിട്ട് അല്ലെങ്കിൽ എന്താണ്? ശവമായിട്ട് തീർന്നു. ആ ജഡത്തിൽ നിന്ന്, ആ ശവത്തിൽ നിന്നുണ്ടായി വന്നവരാ നമ്മളല്ല. നമുക്ക് എന്തില്ല? ദൈവമായിട്ടുള്ള ബന്ധമില്ല. ദൈവജീവൻ നമ്മൾ ഇല്ലാത്തതുകൊണ്ട് ദൈവത്തിന് മുമ്പിൽ നമ്മളെല്ലാവരും മരിച്ചവരാ പ്രിയപ്പെട്ടവരെ. എന്നാൽ നോക്കുവിന് മരിച്ചവർക്ക് ജീവനെ കൊടുക്കുന്നതാണോ മരിച്ചവർക്ക് തുള്ളി വെള്ളം കൊടുക്കുന്നതാണോ വലുത്? പ്രിയപ്പെട്ട എല്ലാവരും പറയും, ഇമാർക്ക് എന്താണ് ഈ പാപങ്ങളെ സഹായിച്ചുകൂടെയോ? അല്ല, അവന് വീടില്ല, അവന് വെച്ചോടെ ഈ പേപ്പറൊക്കെ അടിച്ചത് അല്ലെങ്കിൽ ഈ ട്രാക്റ്റൊക്കെ അടിച്ച് ബൈബിളൊക്കെ അച്ചടിച്ച് ഓരോരുത്തർക്കും കൊണ്ടു കൊടുക്കുമ്പോൾ ആ പൈസ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ കുഞ്ഞിന് വിവാഹം നടത്താൻ ഇമാർക്ക് തന്നുകൂടിയ പലരുടെയും ചോദ്യം ഞാനും പണ്ട് ചോദിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ മരിച്ചു കിടക്കുന്ന ഒരു വ്യക്തിക്ക് ഭക്ഷണമോ വെള്ളമോ കൊടുക്കുന്നത് വ്യർത്ഥമാണ്. മരിച്ചു കിടക്കുന്ന ഒരു വ്യക്തിക്ക് യഥാർത്ഥമായിട്ടും വേണ്ടത് ജീവനാണ്, നിത്യജീവനാണ്. ആ നിത്യജീവൻ എന്ന് പറഞ്ഞാൽ എന്നേക്കും ജീവിക്കുന്ന ദൈവത്തിന്റെ ജീവൻ. അതാണ് ഞങ്ങൾ നിങ്ങൾക്ക് പ്രദാനം ചെയ്ത ബാധ്യത തരുന്നത്. നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സൗജന്യമായിട്ട് സ്വീകരിക്കാം. അപ്പോൾ നോക്കുവാൻ എല്ലാ മനുഷ്യരും എന്താണ്? പാപ നിമിത്തം ദൈവസന്നിധിയിൽ മരിച്ചു പോയവരായിരിക്കാൽ അവർക്ക് ദൈവത്തിന്റെ ജീവനെ കൊടുക്കാനും സമൃദ്ധിയായിട്ട് കൊടുക്കാനും യേശുക്രിസ്തു സ്വർഗത്തിൽ നിന്ന് പിതാവിന്റെ സന്നിധിയിൽ നിന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് സമൃദ്ധിയായിരിക്കുന്ന ജീവനും കൊണ്ട് തന്റെ ശരീരമായിട്ട് ഈ ലോകത്തിലേക്ക് വന്നു. അപ്പോഴെന്താണ്? ആ ജീവനെ നമുക്ക് തരണമെങ്കിൽ ശരീരം ഉടയ്ക്കപ്പെടണമായിരുന്നു. അങ്ങനെ പ്രിയപ്പെട്ടവരെ, പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ള ദൈവകോട്ടയുടെ മുമ്പിൽ മരിച്ചുപോയ നമുക്കെല്ലാവർക്കും ജീവന്റെ സമൃദ്ധി നൽകി തരേണ്ടതിന്, എന്നേക്കും ജീവിക്കുന്ന നിത്യജീവനെ നൽകി തരേണ്ടതിന്, ആ നിത്യജീവന്റെ ഉറവിടമായിരിക്കുന്ന ക്രിസ്തു സ്വർഗം വിട്ട് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരികയും പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ള ദൈവ നിയമത്തിന് മുമ്പിൽ അവൻ നമുക്ക് പകരക്കാരനായിട്ട് മരിച്ചത് വഴി അവനിൽ വിശ്വസിക്കുന്ന ഏവർക്കും ഈ നിത്യജീവൻ, മരണമില്ലാത്ത ജീവനെ നൽകി കൊടുക്കാൻ ദൈവത്തിന് പ്രസാദം തോന്നി. ആകയാൽ നോക്ക് പ്രിയപ്പെട്ട, ഗോഡ് ഈസ് ലവ്, ദൈവ സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയുടെ മധ്യഭാഗമായിരിക്കുന്ന യെരുശലേമില് ആ ഗോൽഗോഥ മലമുകളില് ആകാശത്തിനും ഭൂമിക്കും മധ്യേ ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ നിന്നുകൊണ്ട് 2 കള്ളന്മാരുടെ മധ്യേ 3 ആണിമേൽ ഒരുവൻ തൂങ്ങിക്കിടക്കുന്നത് കണ്ടുവോ? ഇതാ പ്രിയപ്പെട്ടെ നമ്മളുള്ള ദൈവത്തിന്റെ സ്നേഹം. നോക്കിയേ, സ്വന്തം പുത്രനെ, ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി യാഗം കഴിച്ചത് വഴി ദൈവത്തിൽ നമ്മളുള്ള സ്നേഹം വെളിപ്പെട്ട് വന്നു. പ്രിയപ്പെട്ട, ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണം തരുന്നവരോട് നീ നന്ദിയുള്ളവനാണ്. സത്യം തന്നെ, ഞാനും നന്ദിയുള്ളവനാ. പക്ഷെ മരിച്ചുപോയ എനിക്ക് ജീവനെ തന്നവനോടുള്ള നന്ദി അധികമല്ലേ പ്രിയപ്പെട്ടവരെ? സ്വന്തം പ്രാണനെ എനിക്ക് വേണ്ടി നൽകി തന്നവരോട് നന്ദിയോളം വരുമോ ഒരു നേരത്തെ ഭക്ഷണം തരുന്നവന്? ഇല്ല. നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ഒരു വീടില്ലെങ്കിൽ ഒരു വീട് വെച്ച് തരുന്നവരോട് നന്ദിയുണ്ട്. എന്നാൽ പ്രിയപ്പെട്ട, 50 or 60 വർഷത്തെ ജീവിതത്തിന് ശേഷം ഈ ഭൂമിയിലെ ജീവിതം തീരും. പിന്നെ നമ്മളെന്താണ്? നമുക്ക് ലഭിക്കപ്പെട്ട വീട് നമ്മൾ എന്താണ് ഇല്ലാതെ നമ്മളിവിടെ വിട്ടുപോകുകയാണ്. ഭൂമി കുലുങ്ങുമോ വെള്ളപ്പൊക്കം വന്നാലേ വീട് ഒലിച്ചും പോകും. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇത് ഈ ഭൂമിയിലെ 50, 60, 70 വർഷം ജീവിക്കാൻ മാത്രമാണ്. എന്നാൽ മരിച്ചതിന് ശേഷം ഒരു നിത്യമായിരിക്കുന്ന വാസമുണ്ട്. എത്ര കോടി വർഷം കഴിഞ്ഞാൽ, കോടി വർഷം പറഞ്ഞ കണക്ക് തെറ്റാണ്. കാരണം സൂര്യനില്ലാത്ത കൊണ്ട് അവിടെ വർഷങ്ങളൊന്നും എണ്ണാൻ പറ്റുന്നില്ല. ഒരിക്കലും തീർന്നു പോകാത്ത ആ നിത്യതയിൽ നിങ്ങളൊരു വീടില്ലാതെ അലയാതിരിക്കേണ്ടതിന് ആ നിത്യതയിലേക്ക് നിങ്ങളുടെ ഒരു വീടിനെ ചൂണ്ടിക്കാണിക്കുകയും അത് നിനക്ക് വേണ്ടി പണിതാണ്, വേണമെങ്കിൽ പോയി സ്വായത്തമാക്കുവാൻ സൗജന്യമാണെന്ന് പറഞ്ഞു തരുന്നില്ലേ പ്രിയപ്പെട്ട യഥാർത്ഥമായിരിക്കുന്ന സ്നേഹം എന്ന് പറയുന്നത്? ആകയാൽ സുവിശേഷകന്മാർ നിങ്ങളെ സ്നേഹിക്കുന്നത് എന്താണ്? ഈ ഭൂമിയിലെ മരിച്ചതിന് ശേഷം നിത്യമായിരിക്കുന്ന ഒരു വാസസ്ഥലം, അതായത് സ്വർഗത്തിൽ ദൈവം ഒരുക്കിയിട്ടുണ്ട്.
അതുകൊണ്ട് യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പേൻ, എന്നിലും വിശ്വസിപ്പേൻ. എന്റെ പിതാവിന്റെ സന്നിധിയിലെ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി ഭവനം ഒരുക്കിയതിനു ശേഷം പിന്നെയും നിങ്ങളെ ചേർക്കേണ്ടതിന് ഞാൻ മടങ്ങി വരും. അതേ പ്രിയപ്പെട്ടെ, ആ സ്വർഗത്തില് ഇന്ന് 850 കോടി ജനങ്ങൾ ഈ ഭൂമിയിലുണ്ട്. 850 കോടി ജനങ്ങൾക്കും വേണമെങ്കിൽ ആ ഭവനം സൗജന്യമായിട്ട് ചെയ്യുക. നിത്യഭവനമാണ്, ഒരിക്കലും ആരും തകർക്കത്തില്ല, ആരും വന്നത് കൈയക്കത്തുമില്ല. അത് നിന്റെ പേരിലുള്ളതെങ്കിൽ നിന്റെ പേരില്ല. പക്ഷെ എന്താണ്, നീ പുത്രനെ അറിയണം. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരുവർ മാത്രമേ സ്വർഗീയ ഭവനമുള്ളൂ. എന്ന് വെച്ചാൽ ക്രിസ്ത്യാനി മതവിശ്വാസികൾക്ക്, കത്തോലിക്കർക്കും മർത്തോമക്കാർക്കും കിട്ടുമെന്നല്ല. അവരും മാനസാന്തരപ്പെട്ട് ആ വീട് സ്വന്തം പേരിലേക്ക് ഈ ഭൂമിയിൽ വെച്ച് തന്നെ ആക്കിയെങ്കിൽ മാത്രമേ ആ നിത്യഭവനത്തിലേക്ക് നമുക്ക് വാസം ചെയ്യാൻ കഴിയത്തുള്ളൂ. അതെങ്ങനെ സാധ്യമാകും? നമുക്ക് ക്രൂശിലേക്ക് നോക്കാം. ആ ക്രൂശിൽ അവൻ കഷ്ടമേറ്റ് മരിക്കുമ്പോൾ എന്റെ പാപത്തിന്റെ ശിക്ഷ അവൻ ഏറ്റവും നമ്മൾ അംഗീകരിക്കണം. അതെ, നമ്മുടെ ഓരോരുത്തരുടെയും പാപത്തിന്റെ ശിക്ഷയാണ് യേശുക്രിസ്തു ക്രൂശിലേറ്റത്. അങ്ങനെ നമ്മുടെ പാപത്തിന്റെ ശിക്ഷ ഏറ്റത് വഴി അവൻ നമുക്ക് പകരക്കാരനായിട്ട് ദൈവകോടതിയുടെ മുമ്പിൽ മരിക്കുകയും അവൻ മരണത്തെ ജയിച്ച് എന്നേക്കുമായിട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നത് കൊണ്ട് ഈ യേശുക്രിസ്തുവിനെ ഞാൻ എന്റെ ഏക രക്ഷകനായിട്ട് അംഗീകരിക്കുന്നു എന്നുള്ളതാണ് ആ ഭവനം നമുക്ക് കിട്ടേണ്ടതിലുള്ള ഒരേ ഒരു മുദ്ര. കാരണം യേശുക്രിസ്തുവിനുള്ളവന് ദൈവമുണ്ട്, യേശുക്രിസ്തു ഉള്ളവന് ദൈവമുണ്ട്, പുത്രനില്ലാത്തവർക്ക് ദൈവമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം പിതാവിന്റെ സ്വത്ത് നമുക്ക് കിട്ടണമെങ്കിൽ പുത്രനെ നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. ആ പുത്രനെ അംഗീകരിക്കാത്ത ഒരുവരും സ്വർഗീയ ഭവനത്തിലേക്ക് എത്താനൊക്കത്തില്ല. നിങ്ങൾ വിചാരിക്കരുത്, തെറ്റിദ്ധരിക്കല്ല, ആരുടെയും ഹൃദയം കഴിക്കണ്ട, ആരുടെയും പല്ലിറുമുകയും വേണ്ട. ഒരു പള്ളിയിലച്ഛനായാലും ശരി, നിങ്ങൾ തിരുമേനി എന്ന് വിളിക്കുന്ന വലിയ പുരോഹിതനായാലും ശരി, മാനസാന്തരപ്പെട്ടിട്ടല്ലാതെ ഈ ഭവനം സ്വീകരിക്കാൻ കഴിയത്തില്ല. അപ്പോൾ ഇവിടെ എല്ലാ മനുഷ്യരുള്ള ദൈവത്തിന്റെ സ്നേഹം ആ ക്രൂശിൽ നിവർത്തിച്ചതാ. അതിൽ വിശ്വസിക്കുവാനും അനുസരിപ്പാനും മാത്രമേ നമ്മളെ വിളിച്ചിട്ടുള്ളൂ. നമുക്ക് എത്രയോ രൂപ മുടക്കി എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് ഉത്സാഹമുണ്ട്. അല്ലെ നോക്കിക്കുക പ്രിയപ്പെട്ട, ഈ ദുഃഖവെള്ളിയാഴ്ച ദിവസം നമ്മളെ ഇവിടെ ഈ ആലുവായ്ക്കപ്പുറം ഒരു സ്ഥലമുണ്ട്. അവിടെ എന്താണ് വലിയ മരക്കുരിശൊക്കെ തോളിലേറ്റ് വെച്ച് ഓരോരുത്തർ എന്താണ് അടിയേറ്റ് തന്നെത്താൻ അടിച്ചിട്ടൊക്കെ കരഞ്ഞുകൊണ്ട് കയറിപ്പോ ദൈവം വെറുക്കുന്നു. പ്രിയപ്പെട്ടവരെ, യഥാർത്ഥമായിട്ടും 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തു നമുക്ക് വേണ്ടി കഷ്ടമേറ്റും. അതൊന്ന് അംഗീകരിപ്പാനും വിശ്വസിപ്പാനും മാത്രമായിരിക്കുന്ന സിമ്പിൾ കാര്യം ദൈവം പറഞ്ഞപ്പോഴേ അതിനെ അംഗീകരിപ്പാൻ മനസ്സില്ലാതെ ദൈവം യേശുക്രിസ്തു നമ്മുടെ പാപച്ചുമട് ചുമന്നിട്ടും വീണ്ടും വീണ്ടും തന്നെത്താൻ ചുമക്കുക. യേശുക്രിസ്തുവിനുള്ള ശത്രുത്വമാണ്, യേശുക്രിസ്തുവിനുള്ള വെറുപ്പാണ് ഈ കാണിക്കുന്ന ഓരോന്നും. എന്നാൽ പ്രിയപ്പെട്ടവരെ, കുരിശുമുട്ടിൽ വണങ്ങുന്നത് ദൈവത്തോടുള്ള ശത്രുത്വമാണ്. യേശുക്രിസ്തു ചുമന്നു കൊണ്ടുപോയ മരക്കുരിശ് നമ്മുടെ ഓരോരുത്തരുടെയും പാപത്തിന്റെ ചുമടാം. അങ്ങനെ നമ്മുടെ പാപ ചുമടെ ഏറ്റിക്കൊണ്ട് അവൻ ഗോൽഗോഥാ മലമുകളിൽ മരിച്ചു, അവൻ അടക്കപ്പെട്ടു, അവൻ ഉയർത്തെഴുന്നേറ്റ വഴി ദൈവം പറയുന്ന പിന്നെ പ്രിയപ്പെട്ട ആ നല്ല ഭവനം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് മാനസാന്തരപ്പെടണം എന്ന് വെച്ച് കഴിഞ്ഞാൽ യേശുക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നിനെ ആരാധിക്കുകയോ വണങ്ങുകയോ ചെയ്യുന്ന നമ്മുടെ പാപ സ്വഭാവങ്ങളെ വിട്ട് ദൈവപുത്രനായിരിക്കുന്ന ക്രിസ്തുവിനെ മാത്രം നമ്മുടെ രക്ഷകനും കർത്താവും ആരാധനയ്ക്കും യോഗ്യനായിട്ട് എണ്ണുന്നതാണ് മാനസാന്തരം. അങ്ങനെ മാനസാന്തരപ്പെട്ടതിന് ശേഷം വേണം നമ്മൾ യേശുക്രിസ്തുവിനോട് കൂടെ മരിപ്പാൻ. അതിനാണ് സ്നാനം എന്ന് പറയുന്നത്. യേശുക്രിസ്തുവിന്റെ ഇടവും വലവും 2 കള്ളന്മാരെ ക്രൂശിച്ചു. അതിൽ ഒരുത്തൻ മാനസാന്തരപ്പെട്ടിട്ട് ആ യേശുക്രിസ്തുവിനോട് മരിച്ചു, അവര് നിത്യരക്ഷ കിട്ടി. മറ്റേ കള്ളൻ മാനസാന്തരപ്പെടാതെ മരിച്ചു, പക്ഷെ അവരെന്താണ് രക്ഷ കിട്ടിയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട, മാനസാന്തരപ്പെട്ടതിന് ശേഷം വേണം നമ്മൾ യേശുക്രിസ്തുവിനോട് മരിക്കുക എന്ന സ്നാനത്തിലേക്ക് വരാൻ. അപ്പോൾ ദൈവം പരിശുദ്ധാത്മാവിനെ, ദൈവത്തിന്റെ മുദ്ര, ആ അധികാരം, ആ ഭവനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കുന്നത് എന്താണ്? ഈ അധികാരമുള്ളത് കൊണ്ടാണ്. നമ്മൾ എവിടെയെങ്കിലും പോയാൽ നമ്മളോട് തിരിച്ചറിയൽ കാർഡ് ചോദിക്കത്തില്ലയോ? അതില്ല, നമുക്ക് അങ്ങോട്ട് കയറാനൊക്കത്തില്ല, ആധാർ കാർഡ് ചോദിച്ചില്ലയോ എന്ന് പറഞ്ഞ സ്വർഗത്തിലേക്കുള്ള പ്രവേശനം പരിശുദ്ധാത്മാവിനാണ് മുദ്രയിട്ടിരിക്കുന്നത്. ആ പരിശുദ്ധാത്മാവ് വന്നാൽ നമ്മുടെ അക്കരെ ദേശത്തേക്കുള്ള യാത്രയിൽ, അക്കരെ ദേശത്തെ നമ്മുടെ ഭവനവും ഉറപ്പാണ്. ഭൂമി വെച്ച് തന്നെ ഉറപ്പുള്ളവരായിട്ട് മരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെൺകുട്ടി തന്റെ വിവാഹ ദിവസം എത്ര സന്തോഷത്തോടെ വീട് വിട്ടു. നമുക്ക് അത്ഭുതമോ, ഈ പെൺകുച്ചിനെ നമ്മൾ ജനിപ്പിച്ചു, വളർത്തി, എല്ലാം കൊഞ്ചിച്ച് നാണിച്ചു, ഇല്ലാത്ത പണം കടമെടുത്ത് എല്ലാം ഉണ്ടാക്കി കൊടുത്തു. ഇന്നലെ അവളെ പെണ്ണ് കാണാൻ ഒരു പുരുഷൻ വന്നു, അവള് പറഞ്ഞു ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം കല്യാണമാ. അയ്യോ, അപ്പനും അമ്മയും വിട്ടിട്ട് എന്ത് പെട്ടെന്ന് സന്തോഷത്തോടെ അവിടെ ഇറങ്ങിപ്പോകുന്നത്. പ്രിയപ്പെട്ട, ഇതുപോലൊരു സന്തോഷകരമായിരിക്കുന്ന ദിവസം, മരണ ദിവസം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ, അതേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ ഭൂമി വിട്ട് സ്വർഗീയ പ്രദേശത്തേക്ക് പോകണമെങ്കിൽ അവിടെ പ്രിയന്റെ മുഖം കണ്ടുകൊണ്ട് വേണം പോകുവാൻ. ഈ പെൺകുട്ടി തന്റെ രക്ഷകനെ കണ്ടുകൊണ്ടാണ് ഈ പിതൃഭവനം വിട്ടുപോകുന്നത്. കൊണ്ട് അവൾ അനാഥമായിട്ടല്ല, തന്റെ രക്ഷകനെ കണ്ടുകൊണ്ട്, തന്റെ പുരുഷനെ കണ്ടുകൊണ്ട് സന്തോഷത്തോടെ ഇറങ്ങുന്നത് പോലെ മരണ ദിവസം നമ്മുടെ രക്ഷകനെ കണ്ടുകൊണ്ട് ഈ ശരീരം വിട്ട്, ഈ മൺശരീരം വിട്ട് മയമായിരിക്കുന്ന ആ അനുഭവത്തിലേക്ക് ഉയരണമെങ്കിൽ ഭൂമി വെച്ച് നമ്മുടെ രക്ഷകനുമായിട്ടുള്ള വിവാഹ നിശ്ചയം ഉറപ്പിക്കണം. അതാകുന്ന സ്നാനം, അതാകുന്ന മാനസാന്തരം. അവനെ സ്നേഹിച്ച് അവന് വേണ്ടി ക്രൂശിൽ മരിക്കുന്ന സ്നാനമേറ്റ് അവനായിട്ട് അവൻ ഒരുക്കപ്പെട്ടിരിക്കുന്ന സ്വർഗത്തിലേക്ക് നമുക്ക് എന്താണ് സന്തോഷത്തോടെ പ്രവേശിപ്പാൻ എല്ലാ ജാതി മനുഷ്യരും പറയുന്നു മാനസാന്തരപ്പെടുകയാൻ. യേശുക്രിസ്തുവിനെ ഏക പുരുഷനും കർത്താവുമായിട്ടും അംഗീകരിപ്പിന്, സ്നാനമേറ്റ് അവനുമായിട്ടുള്ള വിവാഹ ബന്ധം ഉറപ്പിക്കുവിന്. അങ്ങനെയാണെങ്കിൽ മരണ ദിവസം അവന്റെ പൊന്മുഖം കണ്ട് നമുക്ക് പോകാം. അവന്റെ ദൂതന്മാർ വന്ന് നമ്മുടെ പുത്രന്റെ അടുക്കലേക്ക് കൊണ്ടുചെല്ലും. അവനോടുകൂടെ നമ്മൾ എത്ര കോടി വർഷം കഴിഞ്ഞാലും തീരാത്ത നിത്യ സന്തോഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കും. നിത്യാനന്ദം നമ്മുടെ തലമേലിരിക്കും. എന്തോ ഒരു സന്തോഷം പ്രിയരെ. ക്രിസ്ത്യ ജീവിതം, നമ്മുടെ പാപങ്ങൾ മായ്ക്കപ്പെടും, ഇന്നേ വരെയുള്ള നമ്മുടെ കുറ്റങ്ങൾ മായ്ക്കപ്പെടും.
കഠിനമായിരിക്കുന്ന രോഗങ്ങൾ നമുക്ക് സൗഖ്യം തരും വിശ്വസിക്കണമെങ്കിൽ. അതേ പ്രിയപ്പെട്ട, പാപമില്ലാത്ത ജീവിതമാണ് ആനന്ദ ജീവിതം. പാപം ചെയ്യുന്നവർ നമ്മുടെ സന്തോഷം നഷ്ടപ്പെടുകയാണ്. അതേ, പാപം മായ്ക്കപ്പെടുകയും ലംഘനം മറച്ചു കിട്ടുകയും പാപം മറച്ചു കിട്ടുകയും ചെയ്തവൻ എത്രയോ ഭാഗ്യവാനാണ്. ഞങ്ങളൊക്കെയും പാപികളായിരുന്നല്ലോ, ജീവിതത്തിൽ ഒരിക്കലും സന്തോഷമില്ലാതെ അലഞ്ഞവരാണല്ലോ. പ്രിയപ്പെട്ട, വഴിത്തളികളും റോഡിന്റെ നടുക്കിലും ഒക്കെ സുബോധമില്ലാതെ നടന്ന മനുഷ്യനാണ് ഞാൻ. എന്നാൽ നോക്കുവിന് ഇന്ന് യേശുക്രിസ്തുവിലേക്ക് വന്നത് വഴി എനിക്ക് സുബോധം കിട്ടി, ദൈവത്തിലേക്കുള്ള വീണ്ടെടുപ്പ് സാധ്യമാക്കി. ഞാനിപ്പോൾ സന്തോഷവാനാണ്. ഞങ്ങളിതാ ദൈവത്തിന്റെ സ്നേഹത്തിന് തണലിന് കീഴില് ആർദ്ര കരുണയുടെ ആ അധിവേശത്തിൽ ഞങ്ങൾ ആനന്ദത്തോടെ ജീവിക്കുന്നു. നിങ്ങൾ എല്ലാവരും വരണമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്, വരുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കർത്താവും ആഗ്രഹിക്കുന്നത് നിങ്ങൾ എല്ലാവരും തന്റെ പുത്രനെ സ്നേഹിക്കണമെന്നാണ്. ഈ വചനത്താൽ ദൈവം യേശുക്രിസ്തു മുഖാന്തരം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു.